മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും ശിക്ഷാർഹമാണെന്ന പെരുമ്പാവൂർ നഗരസഭയുടെ ബോർഡിന് താഴെ തന്നെയാണ് ഈ ഒരു വലിയ മാലിന്യ കൂമ്പാരം കാണുന്നത്. ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി ടൗണുകൾ സൗന്ദര്യവൽക്കരിക്കുമ്പോൾ ഇതുപോലെ പെരുമ്പാവൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ PP റോഡിന് അടുത്ത് തന്നെയാണ് ഈ ഒരു മാലിന്യ കൂമ്പാരം. ഇതിലെ എല്ലാത്തരം വേസ്റ്റുകളും പ്ലാസ്റ്റിക് കുപ്പികൾ, അതുപോലെ തുണികൾ, ചെരുപ്പ് കുപ്പികൾ ഉൾപ്പെടെ പകൽ സമയത്താണെങ്കിലും പബ്ലിക്കായിട്ട് മദ്യപാനം, അതുപോലെ മറ്റുള്ള പ്രവർത്തികൾ ഇതെല്ലാം. പക്ഷേ ഇതിനൊന്നും വേണ്ടപ്പെട്ട അധികാരികൾ നടപടിയെടുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെ ഇതുമാതിരി വലിച്ചെറിഞ്ഞിട്ടുണ്ട് ആൾക്കാർ പോവാണ്. എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് കോഴിയുടെ വേസ്റ്റ് ഉണ്ട്, ഹോട്ടൽ വേസ്റ്റ് ഉണ്ട്, ഭായിമാർ കഴിക്കുന്നുണ്ട്. ഇവിടെ ബീവറേജ് ഇവിടെ അടുത്താണ്. ഇതെല്ലാം കൂടി വന്നിട്ടുണ്ട്. സ്കൂട്ടറിൽ പോകുന്ന ആൾക്കാർക്ക് മൂക്ക് കൊത്തി ഒരു കയ്യിൽ ഹാൻഡിലും പിടിച്ച് മൂക്ക് കൊത്തിക്കൊണ്ട് വേണം ഇവിടെ നിന്ന് കടന്നു പോകാൻ. അങ്ങനെ വരുമ്പോൾ അപകടം വേറെ വരും. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് ഇവിടെ. ഇതിവിടെ മുനിസിപ്പാലിറ്റി നോക്കണില്ല, അന്വേഷിക്കുന്നില്ല. ബാക്കി ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. പെരുമ്പാവൂർ നഗരസഭ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിന് താഴെയും ഈ പരിസരത്തും എല്ലാം മാലിന്യ കൂമ്പാരങ്ങൾ മൂലം ഇതിലെ ആളുകൾക്ക് കടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. മൂക്ക് പൊത്തി പിടിച്ചു വേണം കടന്നു പോകാൻ എന്നാണ് വാഹന യാത്രക്കാരും പറയുന്നത്. ഇപ്പം ശുചിത്വം നഗരം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഇതിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പെരുമ്പാവൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ PP റോഡിൽ ഇത്രയും മാലിന്യ കൂമ്പാരങ്ങൾ ഇതുപോലെ കിടന്നിട്ട് നഗരസഭ അതിൻ്റെ നടപടി സ്വീകരിക്കാത്തതിലും, അതുപോലെ തന്നെ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ, ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് അവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പറയുവാനുള്ളത്. ക്യാമറാമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.